Dear students, welcome to Learner's World. In this video, I'm going to talk about questions and answers of the essay Getting Up on Cold Mornings by Lehan Keldoskov for semester Calcutta University Common English. In our previous video, we discussed about short answer questions. Describe Hunt's own experience of early rising on cold mornings. അപ്പോൾ ലേഹണ്ടിൻ്റെ എക്സ്പീരിയൻസ് ഏർലി റൈസിങ്ങിൽ അതായത് തണുത്ത പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേൽക്കുന്ന ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. Getting Up on Cold Mornings by Lehan portrays his own experience of early rising on cold mornings. In a mock series where he described this experience of sudden transition from warmth to coldness as a hellish torture. അതായത് അദ്ദേഹം ഇതിന് പറയുന്നത് അതായത് ഈ ഒരു ഏർലി മോർണിംഗ് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് തന്നെ അദ്ദേഹം അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഹെല്ലിഷ് ടോർച്ചറായിട്ടാണ്, ഒരു നരകപീഡനമായിട്ടാണ്. According to him, everyone knows that it's pleasant to lie in bed on cold mornings and no one wants to get up at such an early time, but one gets up only due to compulsion. അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, അതായത് എല്ലാവർക്കും ഏർലി മോർണിംഗിൽ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമ്മളൊക്കെ എഴുന്നേൽക്കുന്നത് ഒരു കമ്പൽഷൻ്റെ പുറത്താണ്. അതായത് എന്തെങ്കിലും നമുക്ക് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ നിർബന്ധപൂർവ്വം നമ്മൾ എഴുന്നേൽക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. The change in temperature is unbearable and one gets up only due to compulsion. He compares this torture to happy-footed fairies dragging out lost souls from fire and thrusting them into ice. അപ്പോൾ അദ്ദേഹം ഈ ഒരു ഹെലിഷ് ടോർച്ചറിന് അദ്ദേഹം ഒരു ഹാപ്പി ഫൂട്ടഡ് ഫെയറീസുമായിട്ട് അദ്ദേഹം കമ്പയർ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഹാപ്പി ഫൂട്ടഡ് ഫെയറീസ് ഈ ഒരു ഫയറിൽ നിന്ന് ലോസ്റ്റ് സോളിനെ എടുത്തിട്ട് അവർ ഐസിലേക്ക് വലിച്ചെറിയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് നമ്മൾ വാമായിട്ടുള്ള ഒരു വെതറിൽ നിന്ന് നമ്മൾ കോൾഡായിട്ടുള്ള മോർണിംഗിലേക്ക് നമ്മൾ എഴുന്നേൽക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. He gives the reason behind this hellish torture and mentioned that getting up on cold mornings and shaving are punishment given to mankind because of Adam and Eve's sin against God. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് നമ്മൾ നേരത്തെ എഴുന്നേറ്റ് ഷേവ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു പണിഷ്മെൻ്റാണ്. കാരണം ആഡം ആൻഡ് ഈവ് അവർ ദൈവത്തിനെതിരെ സിൻ ചെയ്തിട്ടുണ്ട്, പാപം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. What are some of the challenges and discomforts Lehan discusses when getting up on cold mornings? അതായത് നേരത്തെ എഴുന്നേൽക്കുന്നതിലുള്ള ചലഞ്ചസ് അതുപോലെ ഡിസ്കംഫേർട്ട് എന്തൊക്കെയാണ് എന്നാണ് ലിഹാണ്ട് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ ചലഞ്ചസ് ഡിസ്കംഫേർട്സ് ആണ് അദ്ദേഹം ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. Lehan discussed about some challenges and discomforts when getting up on a cold mornings. He begins the essay by telling us that everyone will agree that it is indeed challenging to get out of bed on a cold morning because the sudden transition from warm to cold is hellish torture. The change in temperature is unbearable and one gets up only due to compulsion. He compares this torture to happy-footed fairies dragging out lost souls out from fire and thrusting them into ice. അതായത് ഒരു വാമായിട്ടുള്ള ബെഡിൽ നിന്ന് ഒരു കോൾഡ് മോർണിംഗിലേക്ക് ഉള്ള ഒരു ട്രാൻസിഷൻ, ആ ഒരു സഡൻ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഒരു ഹെലിഷ് ടോർച്ചറായിട്ട് അദ്ദേഹം ഇതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അതായത് ആ ഒരു വാം ബെഡിൽ നിന്ന് എഴുന്നേൽക്കുക, കോൾഡ് മോർണിംഗിലേക്ക് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഡിസ്കംഫേർട്ടായിട്ടുള്ള കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ ലെഹാൻ സജസ്റ്റ് ദാറ്റ് വൺ ക്യാൻ ഓവർകം ദ ഡിഫിക്കൽറ്റി ഓഫ് ഗെറ്റിംഗ് അപ്പ് ഓൺ എ കോൾഡ് മോർണിംഗ്. അതായത് ലെഹാണ്ട് എങ്ങനെയാണ് നമുക്ക് നിർദ്ദേശം നൽകുന്നത്, എങ്ങനെ നമുക്ക് ഈ ഒരു നേരത്തെ എഴുന്നേൽക്കുന്നതിൽ നിന്ന് ആ ഒരു ബുദ്ധിമുട്ട് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള എന്തൊക്കെ സജഷൻസാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. Lehan suggests that one can overcome the difficulty of getting up on cold mornings. Hunt says himself as an example to overcome the difficulty of getting up on a cold mornings. First of all, he starts an inquiry about the cold weather outside to his servant who has the intention to wake him up. Next, he commands to keep ready the articles and dresses. Then he orders hot water for shaving and he finds excuse on saying that the water is too hot and so he needs some time for the water to cool down. അതായത്
അദ്ദേഹം ഈ നേരത്തെ എഴുന്നേൽക്കുന്ന ആ ഒരു ഡിഫിക്കൽട്ടീസ് ഓവർകം ചെയ്തത് കുറച്ച് കാര്യങ്ങളിലൂടെയാണ്. അദ്ദേഹം സെർവൻറ്റിനോട് വെതറിനെ കുറിച്ചിട്ട് അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ കുറച്ച് സമയം പോകുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ആർട്ടിക്കിൾസ്, ഡ്രസ്സ് ഇതൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്, കമാൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയും കുറച്ച് സമയം പോകുന്നുണ്ട്. അതുപോലെ ഷേവിങ്ങിന് ഹോട്ട് വാട്ടർ ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് ആറാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു കോൾ മോർണിംഗിൻ്റെ ഡിഫിക്കൽട്ടി അദ്ദേഹം ഓവർകം ചെയ്തത്. വാട്ട് ആർ സം ഓഫ് ദ ബെനിഫിറ്റ്സ് ഓർ പോസിറ്റീവ് ആസ്പെക്ട്സ് ലെഹാൻ മെൻഷൻ അബൌട്ട് വേക്കിംഗ് അപ്പ് ഏർലി ഓൺ കോൾ മോർണിംഗ്സ്? ഈ ഒരു നേരത്തെ എഴുന്നേൽക്കുന്നതിൽ ഉള്ള പോസിറ്റീവ് ആസ്പെക്ട്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ലെഹാൻ മെൻഷൻ ചെയ്തിട്ടുള്ളത്? Lehan mentions some positive aspects about waking up early cold mornings. Cold mornings are believed to awaken and stimulate the senses, providing a refreshing start to the day. നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു റിഫ്രഷ് നൽകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ആ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു റിഫ്രഷ് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ദ ക്രിസ്പിനെസ് ഓഫ് ദ എയർ and the contrast between the warmth of the bed and the chill outside can create a sense of vitality and alertness. This can help individual feel more energized, focused and ready to take on challenges of the day. അതായത് നമ്മൾ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാലുള്ള ആ ഒരു ഫ്രഷ് എയർ നമ്മൾ ശ്വസിക്കുമ്പോൾ നമുക്ക് നല്ല എനർജി കിട്ടുന്നുണ്ട്, നമ്മൾ കൂടുതൽ ഫോക്കസ്ഡ് ആകുന്നുണ്ട്. അങ്ങനെ ആ ഒരു ദിവസം വളരെ ചലഞ്ചോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. Next, answer the following questions in 300 words. Critically analyze the essay Getting Up on a Cold Morning. ഈ ഒരു എസ്സേ അനലൈസ് ചെയ്യാൻ ക്രിട്ടിക്കൽ അനാലിസിസ് നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഗെറ്റിംഗ് അപ്പ് ഓൺ എ കോൾഡ് മോർണിംഗ്സ് ബൈ ലെഹാൻ ഈസ് എ ഡിസ്ക്രിപ്റ്ററി എസ്സേ ദാറ്റ് ഫസ്റ്റ് അപ്പിയർഡ് ഇൻ ദ ഇൻഡിക്കേറ്റർ. The essay tone is humorous, but the language is a bit difficult to follow due to the long, even, complex and complicated sentences. One begins the essay by telling us that everyone will agree that it is indeed challenging to get out of bed on cold mornings because the sudden transition from warm to cold is a hellish torture. ഗെറ്റിംഗ് അപ്പ് ഓൺ എ കോൾഡ് മോർണിംഗ് എന്ന് പറയുന്നത് ലെഹാൻ്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് എസ്സേ ആണ്. അത് ആദ്യം അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇൻഡിക്കേറ്ററിലാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പീരിയോഡിക്കലാണ്. ഇതിൻ്റെ ടോൺ എന്ന് പറയുന്നത് വളരെ ഹ്യൂമറസ് ആണ്. അതുപോലെ ഇതിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൾട്ടാണ്. കോംപ്ലെക്സ് ആയിട്ടുള്ള സെൻറ്റൻസസ്, കോംപ്ലിക്കേറ്റഡ് സെൻറ്റൻസസ് ഒക്കെ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഇതിൽ പറയുന്നത് ഒരു നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ചിങ് ടാസ്ക് ആണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം വിളിക്കുന്നത് ഒരു ഹെല്ലിഷ് ടോർച്ചർ എന്നുള്ള രീതിയിലാണ്. The change in temperature is unbearable and one gets up only due to compulsion. He compares this torture to happy-footed fairies dragging out lost souls out from fire and thrusting them into ice. Then he gives the reason behind this hellish torture and mentions that getting up on a cold mornings and shaving are punishment given to mankind because of Adam and Eve's against cold. അതായത് അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ഒരു കമ്പൽഷൻ്റെ പുറത്ത് മാത്രമേ എല്ലാവർക്കും എഴുന്നേൽക്കാൻ കഴിയുള്ളൂ. അതുപോലെ അദ്ദേഹം ഈ ഒരു ഹെല്ലിഷ് ടോർച്ചറിനെ അദ്ദേഹം ഒരു ഹാപ്പി ഫൂട്ടഡ് ഫെയറീസുമായിട്ട് അദ്ദേഹം കമ്പാരിസൺ നടത്തുന്നുണ്ട്. അതുപോലെ ഈ ഏർലി മോർണിംഗിൽ എഴുന്നേറ്റ് ഷേവ് ചെയ്യുക എന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു പണിഷ്മെൻ്റ് ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ആഡം ആൻഡ് ഈവ് ദൈവത്തിനെതിരെ പാപം ചെയ്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു പണിഷ്മെൻറ്റ് കിട്ടിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഹൺസ് സെറ്റ്സ് ഹിംസെൽഫ് ആൻ എക്സാമ്പിൾ ടു ഷോ ദ വേസ് ടു അവോയ്ഡ് ഏർലി റൈസിംഗ്. ഫസ്റ്റ് ഓഫ് ഓൾ ഹി സ്റ്റാർട്ട്സ് ആൻ എൻക്വയറി അബൌട്ട് ദ കോൾഡ് വെദർ ഔട്ട്സൈഡ് ടു ഹിസ് സെർവൻറ്റ് ഹു ഹാസ് ദ intention to wake him up. Next he commands that servant to keep ready all the articles and dresses. Then he orders hot water for shaving and finds an excuse on saying that the water is too hot and so he needs some time for the water to cool down. At last he had no reason to excuse and so he got up and was ready to shave. അതുപോലെ ലിഹാൻ്റെ അദ്ദേഹം ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അതായത് അദ്ദേഹം എങ്ങനെ നമുക്ക് ഈ ഒരു ഏർലി റൈസിങ്
അവോയ്ഡ് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ട് അദ്ദേഹം ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ആദ്യം അദ്ദേഹത്തിൻ്റെ സെർവൻറ്റിനെ വിളിച്ചിട്ട് പുറത്തുള്ള വെതറിനെ കുറിച്ചിട്ട് അന്വേഷിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ആർട്ടിക്കിൾസ്, ഡ്രസ്സ് ഇതൊക്കെ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. ദെൻ ഹോട്ട് വാട്ടർ, ഷേവ് ചെയ്യാൻ ഹോട്ട് വാട്ടർ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട്, അതായത് ഈ ഹോട്ട് വാട്ടർ ആറാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സമയം ഇതിലൂടെയൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഏർലി റൈസിങ് അവോയ്ഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. Hunt talks about active people's motivation for early rising. He says that businessmen may get up early because they love money more than comfort. Then some people who are slaves to daily routines would get up early, maintain their pride. അതായത് ചില മോട്ടിവേഷണൽ ആയിട്ടുള്ള ആളുകൾ ഒക്കെ പറയും ഏർലി റൈസിങ്ങിനെ കുറിച്ചിട്ട്. അവർ ഒരുപാട് മോട്ടിവേഷൻ നടത്തും. അതായത് ബിസിനസ്മാൻ എപ്പോഴും നേരത്തെ എഴുന്നേൽക്കുന്നത്, അവർ ആ ഒരു കംഫേർട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അവർ നേരത്തെ എഴുന്നേൽക്കുന്നത് മണിനെ സ്നേഹിച്ചിട്ടാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. Hunt gives different arguments in favor of laziness. He begins by telling us about shaving. He says that shaving is a villainous custom since the cold razor is a contrast to warmth. Then he gives an example of a queen who divorced her husband because he had shaved his beard. So he stated that beards add impressive looks to man. Then Lee Hunt different arguments നടത്തുന്നുണ്ട് ലേസിനെസ്സിനെ കുറിച്ചിട്ട്. അദ്ദേഹം ഷേവിങ് എന്ന് പറയുന്നത് ഒരു വില്ലനിയസ് ആയിട്ടുള്ള കസ്റ്റമാണെന്ന് പറയുന്നുണ്ട്. അതായത് തണുത്ത പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റ് ഷേവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വില്ലനിയസ് കസ്റ്റമാണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു രസകരമായ സംഭവത്തിൽ പറയുന്നുണ്ട്. അതായത് ഒരു ക്യൂൻ തൻ്റെ ഹസ്ബൻഡിനെ ഡിവോഴ്സ് ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹം ഷേവ് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ബീഡ് ഷേവ് ചെയ്തു എന്നായിരുന്നു. അപ്പോൾ ലിഹണ്ട് അദ്ദേഹം പറയുന്നത് ബീഡ്സ് എന്ന് പറയുന്നത് പുരുഷന്മാർക്കൊരു ഇംപ്രസീവ് ലുക്ക് നൽകുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നെക്സ്റ്റ് he talks about the pleasure of late rising. He marks about the poet Thompson who accuses man of getting up late. Hunt says that even Thompson himself used to get up at noon, thereby expressing his laziness. So no one could refuse the pleasure of late rising. പിന്നീട് അദ്ദേഹം ഈ നേരം വൈകി എഴുന്നേൽക്കുന്നതിലുള്ള ആ ഒരു പ്ലഷറിനെ കുറിച്ചിട്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് പോയിറ്റായിട്ടുള്ള തോംസനെ കുറിച്ചിട്ട്. തോംസൺ ഒരിക്കൽ ഒരാളോട് അദ്ദേഹം മോശമായിട്ട് പെരുമാറുന്നുണ്ട്. അതായത് അദ്ദേഹം ലേറ്റായി വന്നതിന് കുറ്റപ്പെടുത്തുന്നുണ്ട്. ആ തോംസൺ തന്നെ ഒരു ദിവസം ഉച്ചവരെ കിടന്നുറങ്ങി എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലേസിനെസ് മൂലം. അപ്പോൾ ആരും ആ ഒരു നേരം വൈകി എഴുന്നേൽക്കുന്ന ആ ഒരു പ്ലഷർ ആരും നിരസിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. He talks about longevity of life. He says that even if early rising increases longevity of life, it does not mean that long things are beautiful. He gives an example that the longest street in London is Holborn, but that doesn't mean that it is beautiful. Likewise, a short life with the joys of late rising may be better than a long life with the sufferings of early rising in cold weather. പിന്നീട് അദ്ദേഹം പറയുന്നത് ലോങ്ങവിറ്റി ഓഫ് ലൈഫ്. അതായത് നമ്മൾ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ദീർഘായുസ്സ് ഉണ്ടാകും, നമുക്ക് ഒരുപാട് കാലം ജീവിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. പക്ഷേ ലോങ് ആയിട്ടുള്ള ഒരു സിറ്റിനെ അദ്ദേഹം എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്. അതായത് അതുകൊണ്ട് നമുക്ക് ലോങ് തിങ്സ് ആർ ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ കഴിയില്ല. അതിനൊരു എക്സാമ്പിൾ അദ്ദേഹം പറയുന്നുണ്ട്. ലണ്ടൻ സ്ട്രീറ്റ് ആയിട്ടുള്ള ഹോൾബോൺ അത് വളരെ ലോങ്ങസ്റ്റ് ആണ്, പക്ഷേ അത് ബ്യൂട്ടിഫുൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, അതായത് നമുക്ക് വളരെ സന്തോഷത്തോടു കൂടിയുള്ള ചെറിയ ജീവിതം, അതായത് കുറഞ്ഞ ജീവിതം ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അതായത് ലേറ്റായിട്ടൊക്കെ എഴുന്നേറ്റ് ആ ഒരു തണുപ്പത്ത് മൂടി പുതച്ച് കിടക്കുന്ന ആ ഒരു കംഫേർട്ട്, ആ ഒരു പ്ലഷർ ഒക്കെയുള്ള ഒരു ഷോർട്ട് ലൈഫാണ് ബെറ്റർ. അതായത് നേരത്തെ എഴുന്നേറ്റുള്ള ആ ഒരു ലോങ് ലൈഫിനേക്കാളും ബെറ്റർ ഈ ഒരു ഷോർട്ട് ലൈഫാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. Hunt brings out the pleasure in late rising on a cold morning. He has no advice to rise late. അതായത് ഹണ്ട് ആ ഒരു ലേറ്റ് റൈസിങ്ങിൽ നമുക്ക്, അതായത് നേരം വൈകി എഴുന്നേൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്ലഷറിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. പക്ഷേ ഒരിക്കലും അദ്ദേഹം നമ്മളോട് അഡ്വൈസ് ചെയ്യുന്നില്ല, ലേറ്റായിട്ട് എണീക്കണം എന്ന് അദ്ദേഹം അഡ്വൈസ് ചെയ്യുന്നില്ല. അദ്ദേഹം അതിൻ്റെ പ്ലഷറിനെ കുറിച്ചിട്ട് മാത്രമാണ് അദ്ദേഹം പറയുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.